എഴുത്തിലൂടെ ചെറുപ്രായത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് ആലപ്പുഴ തുറവൂർ സ്വദേശി അശ്വിനി ഷിനോദ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതി തുടങ്ങിയ കവിതകൾ ചേർത്ത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോൾ ശലഭച്ചിറകുകൾ എന്ന് പേര് നൽകി. പ്രകൃതിയെയും കവിതകളെയും അത്രമേൽ ഇഷ്ടപ്പെടുന്ന അശ്വിനി ഷിനോദ് ആണ് ഇന്നത്തെ കുട്ടിത്താരം. എന്റെ സ്വപ്നങ്ങളിൽ വന്നെടുത്ത കാർമേഘപാളികൾ എന്റെ ദുഃഖത്തിനൊത്ത് മഴയായി ധാത്രിക്ക് തണലായി കുളിരായി പെയ്തു. എന്നാൽ എൻ്റെ കണ്ണീർ ഒരു പുൽക്കൊടിക്ക് പോലും തണലാകുന്നില്ല, കുളിരേകുന്നില്ല. എന്റെ ചുറ്റും കണ്ടതെല്ലാം ഞാൻ എഴുതി. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത കാഴ്ചകൾ, പൂക്കൾ, പുഴകൾ, കിളികൾ, മഞ്ഞുമൂടിയ മലകൾ, പച്ചപ്പ്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് തന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അശ്വിനി പറയുന്നത് ഇങ്ങനെയാണ്. പൂക്കളെക്കുറിച്ചും മരത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യം, പൂമ്പാറ്റ, അതുപോലെയുള്ള അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ട് എപ്പോഴും അമ്മേനെ കാണിക്കും, അച്ഛനെ കാണിക്കും, പിന്നെ എൻ്റെ 4ാം ക്ലാസ്സിലെ ടീച്ചറിനെയൊക്കെ കാണിക്കുമായിരുന്നു. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എഴുതിക്കോ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് തരുമായിരുന്നു. എൻ്റെ ദുഃഖത്തിനൊത്ത് മഴയായി ധാത്രിക്ക് തണലായി കുളിരായി പെയ്തു, ധാത്രിക്ക് തണലായി കുളിരായി. പിന്നെ പാഠപുസ്തകത്തിൽ നിന്നുള്ള കഥയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് വായനയിലേക്ക് പുസ്തകം ചെറിയ കഥയൊക്കെ എടുത്തിട്ട് വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരേ വരി ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നും. അപ്പോൾ എഴുതി അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് തനിയെ എഴുതിപ്പോകും. കുറച്ച് 2 വർഷം കൊണ്ട് എഴുതിയ കവിതകൾ പുസ്തക രൂപത്തിലാക്കാൻ ആഗ്രഹം തോന്നി. വീട്ടിലും സമ്മതം. അശ്വിനിക്ക് ഏറെ ഇഷ്ടമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പുസ്തകം പ്രകാശനം ചെയ്തത് ഇരട്ടി സന്തോഷമായി. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കവിതകളാണ് ശലഭച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ കൂടുതലായിട്ടുള്ളത്. അത് 2ാം ക്ലാസ് മുതൽ എഴുതി വെച്ച കവിതകളെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് എനിക്കതൊരു പുസ്തക രൂപത്തിലേക്ക് ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അപ്പം നല്ല കവിതയൊക്കെയാണ്. അത് ബുക്കാക്കുന്നുണ്ടെങ്കിൽ വേഗം ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സപ്പോർട്ട് ചെയ്യുന്ന തന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രചോദനമായിരുന്നു. അപ്പം അമ്മയും അച്ഛനും ഒക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബുക്ക് ഇങ്ങനെ ആക്കിയെടുത്തത്. നല്ലൊരു വായനക്കാരി കൂടിയാണ് അശ്വിനി. മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൃതികളെല്ലാം അശ്വിനിയുടെ കുഞ്ഞു ലൈബ്രറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഥ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥ ഇങ്ങനെ വലിയ കഥയൊക്കെ വായിക്കാനും ചെറിയ കഥ വായിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥ എഴുതിയിട്ടുണ്ട്. കഥ ഒരു വലിയ കഥയായിട്ട്, അതും ഗ്രാമപ്രദേശങ്ങളെ പറ്റിയൊക്കെ ഇട്ടുള്ള ഒരു കഥയാണ്. കാണുന്ന ചെറു കാഴ്ചകളെ അക്ഷരങ്ങളാക്കി മാറ്റുന്ന അശ്വിനിയുടെ ഇനിയുള്ള രചനകളിലും പ്രകൃതിയും ജീവജാലങ്ങളും വിഷയമാകും. ഗൗരവത്തോടെ അവയെപ്പറ്റി ലോകത്തോട് സംവദിക്കുന്ന വലിയ എഴുത്തുകാരിയായി അശ്വിനി മാറട്ടെ. ന്യൂസ് മലയാളം, ആലപ്പുഴ.